ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ടൈറ്റിൽ കാണും എങ്ങനെയാണ് PSW അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു എൻ്റയർ പ്രോസസ്സ് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. PSW എടുക്കുക എന്നുള്ളത് ശരിക്കും സ്റ്റുഡൻ്റായിട്ട് UK വരുന്ന ഒരു 90% അല്ലെങ്കിൽ 95% ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ബാക്കി 5% എന്താ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 50-50 ചാൻസ് ഉണ്ട് അതിനകത്ത് തന്നെ അതായത് സ്റ്റുഡൻ്റായിട്ട് വന്ന ഒരാൾ പഠിത്തം കഴിഞ്ഞിട്ട് കെയറർ വിസയിലോട്ട് മാറുന്ന ഒരു രീതി ഇപ്പം കണ്ടുവരുന്നുണ്ട്. പിന്നെ ചിലവർക്ക് ഭാഗ്യം അതുപോലെ തന്നെ ഹാർഡ് വർക്കൊക്കെ വെച്ചുകൊണ്ട് കമ്പനികളിൽ ജോലിക്കും കയറാൻ പറ്റിയിട്ടുണ്ട്. PSW എടുക്കാതെ തന്നെ കംപ്ലീറ്റ്ലി നമ്മുടെ കേപ്പബിലിറ്റി പോലെ ഇരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനൊരു 5-10% ഈ ഒരു PSW എടുക്കുന്നതിനകത്ത് കൂട്ടാഞ്ഞത്. അപ്പം ഞാൻ PSW അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര രൂപയാകും, പിന്നെ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ്, നമുക്ക് എത്ര നാൾ കഴിഞ്ഞിട്ടേ നമുക്ക് ഇത് അപ്രൂവ് ആകത്തുള്ളൂ അല്ലെങ്കിൽ പുതിയ കാർഡ് കിട്ടത്തുള്ളൂ, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് PSW എടുത്തവരാരും തന്നെ എനിക്ക് ഉണ്ടായിരുന്നില്ല. 1-2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അറിയാവുന്നവർ, അതും ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരായിരുന്നു കൂടുതലും. അപ്പം അവരോടൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു PSWൻ്റെ പ്രോസസ്സ് ഫുള്ള് ചെയ്തത്. പിന്നെ എൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ചെയ്ത കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ള് ഓൺലൈനിലായിരുന്നു. എനിക്ക് VFSലെ ഓഫീസിൽ പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ പലവരുടെ കേസിലും പല രീതിയിലാണ്. ഇപ്പം എനിക്ക് വന്നേക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക്. പ്രോസസ്സിങ് എല്ലാം സെയിം ആയിരിക്കും, പക്ഷേ ഇൻ ബിറ്റ്വീൻ നമുക്ക് ചിലപ്പം VFS പോകേണ്ടി വരും, പോകേണ്ടാത്ത സാഹചര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള സ്ക്രീൻ റെക്കോർഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ സ്റ്റെപ്പ് 1 തൊട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മളുടെ കയ്യിൽ BRP കിട്ടുന്നതിന് വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ PSWൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കിത് ഇങ്ങനെ ഒരു മെയിൽ വരേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളുടെ കോഴ്സ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് UKVAനെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിനി നമ്മളുടെ ഗ്രാജുവേറ്റ് വിസ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ളൊരു മെയിലാണിത്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ വരുന്നത് ഗ്രാജുവേറ്റ് വിസ അപ്ലൈ ചെയ്യാനുള്ള ഈ ഒരു ഗവൺമെൻറ് പോർട്ടലിലേക്കാണ്. ഇതിനകത്ത് നമ്മളുടെ എലിജിബിലിറ്റി കാര്യങ്ങൾ, എത്ര നാൾ നിൽക്കാൻ പറ്റും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എത്ര രൂപയാണ് ചിലവ് വരുന്നത്, അത് എത്ര വർഷത്തേക്കുള്ളതാണ്. നമ്മൾ ഈ PSWന് അപ്ലൈ ചെയ്തിട്ട് ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ നമുക്ക് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെൽത്ത് സർചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടയ്ക്കുന്ന പേയ്മെൻറ്റ് റീഫണ്ട് കിട്ടുന്ന ഒരു സ്കീമും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പം PSW എടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ഹെൽത്ത് സെക്ടറിൽ എവിടെയെങ്കിലും ആണ് ജോലി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ നിങ്ങൾ പ്രത്യേകം വായിച്ചു നോക്കാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ കയ്യിൽ NFC എനേബിൾഡ് ആയിട്ടുള്ളൊരു ഫോണ്, പിന്നെ നമ്മളുടെ ഈ ഒരു പ്രോസസ്സിന് നമുക്ക് ചിലവാകുന്ന തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ, അതുപോലെ തന്നെ നമ്മളുടെ പാസ്പോർട്ട്, ഇപ്പം കറൻ്റ്ലി നമ്മുടെ കയ്യിലുള്ള BRP കാർഡ് എന്നിവയെല്ലാം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ കയ്യിലെടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മളുടെ UKVAയിലെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ലോഗൗട്ട് ആയിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പം തിരിച്ച് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളുടെ BRP നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും പാസ്വേഡും അടിച്ച് 1 ടൈം പാസ്വേഡ് കിട്ടിയേ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് ആ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഇടയ്ക്ക് സൈൻ ഔട്ടായി പോയി കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞത് BRP കാർഡ് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്.
അതിൻ്റെ സകലമാന ഡീറ്റെയിൽസും എങ്ങനെയാണത് സ്കാൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പോർട്ടലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ചെയ്യുമ്പം അത് കൃത്യമായിട്ട് വായിച്ച് നോക്കി വേണം ചെയ്യാനായിട്ട്. ഈ ഒരു വീഡിയോ ഒരു റെഫറൻസ് പോലെ നിങ്ങളത് കാണാവുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മളുടെ പഴയ പേജിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം കൺഫേം യുവർ ഐഡൻറ്റിറ്റിയാണ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു പോർട്ടലിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണിത്. നമ്മളുടെ ഈ ഒരു സ്റ്റെപ്പിനകത്ത് നമ്മളുടെ BRP കാർഡിൻ്റെ ഫ്രണ്ടും ബാക്ക് സൈഡും നമ്മൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ BRP കാർഡിലെ ചിപ്പും നമ്മൾ സ്കാൻ ചെയ്ത് ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് NFC എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഫോൺ നിങ്ങളുടെ കയ്യിൽ കാണണം. അത് ഈവൻ ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും ഏത് വേരിയേഷൻ അല്ലെങ്കിൽ ഏത് വേരിയൻ്റ് തൊട്ടുള്ള ഫോണാണ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പോർട്ടലിൻ്റെ ഹെൽപ്പിനകത്ത് കാണും. നിങ്ങൾക്കിപ്പോൾ ഇവിടെയാണെങ്കിലും കാണാൻ സാധിക്കും. ഏത് ഫോണാണെന്നുള്ളത് ചെക്ക് ചെയ്യണം എന്ന് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ UK ഇമിഗ്രേഷൻ ID ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പം എവിടെ നിന്നാണ് നിങ്ങൾ ഏത് ഹാൻഡ്സെറ്റാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ഫോണിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു കോഡ് കാണിക്കും. ആ സെയിം കോഡ് തന്നെ നമ്മളുടെ PC അല്ലെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പം ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ഞാൻ വേറൊരു കോഡാണ് അടിച്ച് കാണിക്കുന്നത്. അപ്പം ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അല്ലെങ്കിൽ ആപ്പ് കണക്റ്റായി കഴിയുമ്പം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത്. അപ്പം ബേസിക് ഒരു ഇൻട്രോ കഴിയുമ്പം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നമ്മളുടെ ഇൻ്റർനാഷണൽ പാസ്പോർട്ട് അല്ലെങ്കിൽ BRP കാർഡ് സ്കാൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ. നമ്മൾ കൂടുതലും BRP കാർഡ് തന്നെയാണ് സ്കാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അത് തന്നെ നിങ്ങളും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് കാർഡ് വെക്കേണ്ടത്, എങ്ങനെയൊക്കെ പിക്ചർ എടുക്കണം എന്നുള്ള സകലമാന സംഭവങ്ങളും ഇതിനു മുന്നേ നമുക്ക് കാണിച്ചു തരും. എൻ്റെ ഈ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എനിക്ക് BRP കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ BRP കാർഡ് എനിക്ക് നമ്മുടെ NFC ഉപയോഗിച്ച് നമ്മളുടെ കാർഡ് സ്കാൻ ചെയ്യാൻ നേരത്ത് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ഉപയോഗിച്ച് നോക്കിയിട്ടും പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഒരു ഐഫോണാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് കുറേ നേരത്തെ റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പം ആപ്പ് 24 ഹവറിലേക്ക് ലോക്കായിപ്പോയി. ഐഫോണിൽ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തിട്ട് ശരിയാകാതെ 24 മണിക്കൂർ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ റൂംമേറ്റിൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ സാംസങ് ഉപയോഗിച്ച് ഞാൻ പിന്നെ എൻ്റെ ആപ്ലിക്കേഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അതായത് നിങ്ങൾ നേരത്തെ കണ്ട ആ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ കണ്ട പോലെ തന്നെ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് അതുപോലെ തന്നെ നമ്മളുടെ ചിപ്പ് സ്കാനിങ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പിന്നെ ആ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് ആ ഫോണിൽ പിന്നെ ചെയ്യാനൊന്നുമില്ലായിരുന്നു. പിന്നെ ആ ഫോണിൽ നിന്ന് നമ്മൾ സൈൻ ഔട്ടായി പോവുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം മൊബൈലിൽ നമ്മളുടെ BRP കാർഡ് സ്കാൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറയുന്നുണ്ട്. ആ സ്കാനിങ് നമ്മളുടെ ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും വർക്കായില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ VFS നിയറസ്റ്റ് VFS എവിടെയാണോ ഉള്ളത് അവിടെ വിളിച്ച് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞ് അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ ചെന്ന് നമ്മളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ അവരെ കാണിച്ച് നമ്മളുടെ തമ്പ് ഇംപ്രഷൻ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഫോൺ ത്രൂ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങളുടെ നിയറസ്റ്റ് VFSൽ വിളിച്ച് ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. നിങ്ങൾക്കത് പിന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഇരിക്കരുത്, സമയം കളയരുത്. ആപ്ലിക്കേഷൻ നമ്മൾ VFSൽ പോയി ചെയ്യുമ്പം ചെറിയ പൈസ ചിലവുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അത് എത്രയാണെന്നോ എങ്ങനെയാണെന്നോ ഉള്ള ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് VFSൽ പോകേണ്ടി വന്നിട്ടില്ല. അപ്പം നിങ്ങളുടെ കേസിൽ നിങ്ങളത് ഡബിൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഡിക്ലറേഷനും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫീസും അതുപോലെ തന്നെ ഹെൽത്ത് സർചാർജും പേയ്മെൻറ്റ് വിടുക എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ ഒരു പേയ്മെൻറ്റ് പോകുന്നത് നമ്മളുടെ ഹെൽത്ത് സർചാർജിൻ്റെ ആയിരിക്കും. 2 വർഷത്തേക്ക് ഒരു 1400 പൗണ്ട്സിനടുത്താണ് നമുക്ക് ചിലവാകുന്നത്. അത് എത്രയാണെന്നുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിനകത്ത് കാണിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു സമയത്തെ എമൗണ്ട് ആയിരിക്കണമെന്നില്ല അടുത്ത വർഷം, അല്ലെങ്കിൽ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത്
ആ വർഷത്തിലെ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഓൾവേസ് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് എത്ര രൂപയാണ് ചിലവാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ അടുത്ത ഒരു പേയ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഈ കാണുന്ന ഒരു ഗ്രീൻ ബട്ടണിൽ കണ്ടിന്യൂ വിത്ത് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഞെക്കുമ്പോൾ നമ്മളുടെ ഇൻഷുറൻസ് അടച്ചതിൻ്റെ ഒരു റെഫറൻസ് നമ്പർ നമുക്ക് കിട്ടും. എന്നിട്ട് റിട്ടേൺ ടു മൈ വിസ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം നേരെ ചെല്ലുന്നത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനുള്ള പേജിലേക്കാണ്. അപ്പം ആപ്ലിക്കേഷൻ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നേരെ പേയ്മെൻറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു സെക്ഷൻ വരും. അത് കഴിയുമ്പം നേരെ നമ്മളുടെ ആ എമൗണ്ട് അടയ്ക്കാനുള്ള ഒരു പോർട്ടലിലേക്കാണ് വരുന്നത്. ഈ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം അവർ പറയുന്നത് നോർമലി 8 വീക്സ് വരെ എടുക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഡിസിഷൻ അറിയാനായിട്ട് 8 വീക്സ് എടുക്കുമെന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പം നമ്മളുടെ പേയ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്ത് കഴിയുമ്പം പിന്നത്തെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എവിഡൻസസ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്കിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മളൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷനിൽ വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ ഇവർ ഈ പറയുന്ന ആ ഒരു ക്രൈറ്റീരിയക്കകത്ത് വരുന്ന എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു എവിഡൻസ് പോലെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓൺലൈനിൽ ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മളുടെ പേജിൽ റൈറ്റ് സൈഡിലായിട്ട് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാബ് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ ആപ്ലിക്കേഷൻ ഒരു PDF ഫയലായിട്ട് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആയിരിക്കുകയാണ്. ഇനി നമ്മളുടെ ഡിസിഷൻ അറിയുമ്പം നമുക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായി അല്ലെങ്കിൽ ഡിക്ലൈൻ ആയെന്ന് പറഞ്ഞുകൊണ്ടുള്ള. സക്സസ്ഫുള്ളായെങ്കിൽ നിങ്ങൾക്കൊരു 10 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പുതിയ BRP കാർഡ് കയ്യിൽ കിട്ടുന്നതായിരിക്കും എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കറിയാൻ സാധിച്ചത്. അപ്പം നമ്മളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ജസ്റ്റ് ഇവിടുന്ന് സൈൻ ഔട്ട് ചെയ്യുക, പിന്നെ നമ്മളുടെ ഡിസിഷൻ അറിയുന്ന ഒരു മെയിൽ വരാനായിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയായിരുന്നു നമുക്ക് ഓൺലൈനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇൻ ബിറ്റ്വീൻ ഞാൻ പറയുന്നുണ്ട്, നമുക്ക് സ്കാനിങ്ങിൻ്റെ ടൈമിൽ, അതായത് നമ്മളുടെ പഴയ BRP കാർഡ് നമ്മൾ ഫോൺ വെച്ച് സ്കാൻ ചെയ്യേണ്ട ഒരു കേസ് പറയുന്നുണ്ട്. അതില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അത് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ VFSൽ പോയി ആദ്യത്തെ പോലത്തെ തമ്പും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ചെയ്ത ആരും എനിക്കറിയത്തില്ല, മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് ഈ ഒരു ഇത്. എനിക്ക് VFSൽ പോകേണ്ടി വന്നില്ല. ഞാൻ ഈ നേരത്തെ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ കാണിച്ചതുപോലെ എല്ലാം ഓൺലൈൻ ത്രൂ ഫോൺ വഴിയും ലാപ്ടോപ്പ് വഴിയും ചെയ്യേണ്ട കേസുകളേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് 1 മാസവും 10 ദിവസമോ 15 ദിവസത്തിനോ ശേഷമാണ് എനിക്കൊരു മെയിൽ വരുന്നത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായി, വിതിൻ നെക്സ്റ്റ് 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ BRP കാർഡ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ റിസീവ് ആവും. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ നമ്പറിലോ മെയിലിലോ കോൺടാക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ആ മെയിലിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നേരിട്ട് ചെല്ലുമ്പം നിങ്ങളുടെ പഴയ BRP കാർഡോ നമ്മളുടെ പ്രൂഫോ ഒക്കെ കാണിക്കണമെന്നുള്ളത്. പക്ഷേ നമ്മളിപ്പം നമ്മളുടെ കസിൻസിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് മേടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഞാൻ എൻ്റെ പ്രോസസ്സിങ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ താമസിക്കുന്ന ലണ്ടനിലും ആ സമയത്ത് ഞാൻ എൻ്റെ റൂം ഷിഫ്റ്റ് ചെയ്യുമായിരുന്നതുകൊണ്ടും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ അപ്പം ഉണ്ടായിരുന്ന അഡ്രസ്സ് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ലണ്ടനിൽ വന്നപ്പോൾ UK വന്നപ്പം ആദ്യത്തെ നാളുകളിൽ താമസിച്ച റിലേറ്റീവിൻ്റെ അഡ്രസ്സായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. അതാകുമ്പം അവർ വീടൊന്നും മാറുന്നില്ല ഇടയ്ക്ക്, അതുകൊണ്ട് എൻ്റെ മോസ്റ്റ്ലി അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഞാൻ അവിടത്തെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള എന്തെങ്കിലും അഡ്രസ്സുകൾ വെരിഫിക്കേഷൻ ഉള്ളതൊക്കെ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെസ് ഹെഡേക്ക് ആയിരിക്കും. അപ്പം
ഞാനപ്പോൾ ആലോചിക്കുകയും ചെയ്തു, അവർക്ക് അത് അവിടെ റിസീവ് ചെയ്തിട്ട് എനിക്ക് പോസ്റ്റൽ അയക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ. അപ്പം ഓൺലൈനിൽ നോക്കിയിട്ട് കാണുന്നില്ല, നേരത്തെ ചെയ്ത് അതായത് PSW അപ്ലൈ ചെയ്തവരോട് ചോദിച്ചപ്പം അവർക്കും വലിയൊരു പിടിയില്ല. അപ്പോൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്ക് PSW എടുക്കുന്ന സമയത്ത് നമ്മൾ VFS പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്ക് അത് എത്രത്തോളം ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ നമ്മളുടെ പുതിയ BRP കാർഡ് വന്നു കഴിയുമ്പം ടൈപ്പ് ഓഫ് പെർമിറ്റിൻ്റെ അവിടെ ഗ്രാജുവേറ്റ് ലീവ് ടു റിമെയിൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. നമ്മളുടെ ആദ്യത്തെ BRP കാർഡാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് സ്റ്റുഡൻറ്റ് വർക്ക് ലിമിറ്റ് അപ് ടു 20 hours അങ്ങനെ കണ്ടാണ് നമുക്ക് എടുത്തു വരുന്നത്. പിന്നെ റിമാർക്സിൻ്റെ അവിടെ റെസ്ട്രിക്റ്റഡ് വർക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് നോ വർക്ക് ആസ് സ്പോർട്സ് പേഴ്സൺ ആയിട്ട്. നമുക്കിപ്പോൾ സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ ആയിട്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു BRP അല്ലെങ്കിൽ ഈ പുതിയ നമ്മളുടെ BRP കാർഡ് വെച്ചിട്ട്. നമുക്ക് ജോബിന് ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുമ്പം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ലിറ്ററലി ആ കുറച്ച് റൈറ്റിങ്സും പിന്നെ ഫോട്ടോ ചേഞ്ചസ് നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഉള്ളായിരുന്നു പുതിയ BRP കാർഡിലെ വ്യത്യാസം എന്ന് പറയാനായിട്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മോസ്റ്റ്ലി സ്റ്റുഡൻസ് PSW എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കാണ് ഹെൽപ്ഫുൾ ആകുക. ബൈ എനി ചാൻസ് സ്റ്റുഡൻ്റ് അല്ലാത്ത ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ UK സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ വന്ന് ഓൾറെഡി കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നവർക്കോ അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടേക്ക് കെയർ, ബൈ ബൈ.